സ്റ്റുഡൻസ്, വെൽക്കം ടു മിറാക്കിൾ ഓഫ് കോമേഴ്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ്ജ് ചാപ്റ്ററിലെ ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞ ചെറിയൊരു പാർട്ടാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം പാർട്ട് ബിയിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻറ്റ്, നമ്മൾ ബെയിൽമെൻറ്റ് ഏതൊക്കെ രീതിയിലാണ് അവസാനിപ്പിക്കുന്നത്, അതായത് ആ കരാറ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, 6 പോയിൻറ്റ്സ് ആണുള്ളത്, ഈസിയാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഓൺ ദ എക്സ്പയറി ഓഫ് ദ പീരീഡ്, അതായത് ബെയിൽമെൻറ്റ് ഇപ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് പീരീഡിലോട്ടാണ്, കുറച്ച് കാലയളവിലോട്ടാണ് നമ്മൾ ആ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ആ ഒരു സ്പെസിഫിക് പീരീഡ് കഴിയുമ്പോൾ ഇതെന്താവും, ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും. ആ ഒരു എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ ഇതെന്താണ്, ഓട്ടോമാറ്റിക്കലി ഈ കരാറ് അവിടെ നമ്മൾ അവസാനിപ്പിക്കും. നമ്മളിപ്പോൾ ഒരു മാസത്തേക്കാണ് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ കൃത്യം ആ ഒരു മാസം കഴിയുമ്പോൾ എന്താവും, ഈ ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ആവും. ടെർമിനേറ്റ് ആവാന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ ബെയിൽമെൻറ്റ് അവസാനിപ്പിക്കും. സെക്കൻഡ് പോയിൻ്റ് എന്താണ്, ഓൺ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. നമ്മൾ ബെയിൽമെൻറ്റിൻ്റെ ഡെഫിനേഷനിൽ പഠിച്ചതാണ്. നമ്മൾ ബെയിൽമെൻറ്റ് നടത്തുന്നത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിന് വേണ്ടിയായിരിക്കും. ഈ ഒരു സ്പെസിഫിക് പർപ്പസ് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്താവും, ഈ ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ആവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എയും ബിയും തമ്മിലാണ് ഒരു ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. എ എന്ത് ചെയ്തു, എ കുറച്ച് ക്ലോത്ത് ബിക്ക് കൊടുത്തു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ബി ആ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് എക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ആ ഒരു കോൺട്രാക്റ്റ് അവിടെ അവസാനിച്ചു. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഓൺ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. തേർഡ് പോയിന്റ് പറയുന്നത് ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ദി ഗുഡ്സ്. നമ്മളുടെ ബെയിൽമെൻറ്റിൽ 2 പാർട്ടീസാണുള്ളത്, ബെയിലറും ബെയിലിയും. ബെയിലിയാണ് ഗുഡ്സ് യൂസ് ചെയ്യുന്ന ആൾ, ബെയിലറിൻ്റെ ഗുഡ്സാണ് ബെയിലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബെയിലി അതൊരു മോശപ്പെട്ട രീതിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഒരു അൺഓതറൈസ്ഡ് വേയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ബെയിൽമെൻറ്റ് അപ്പോൾ തന്നെ ടെർമിനേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. എ ബി എന്ന് പറഞ്ഞ 2 പാർട്ടീസ് ഉണ്ട്. എ ബെയിലറാണ്, ബി ബെയിലിയാണ്. ഓക്കെ, എ എന്ന് പറഞ്ഞ ആൾ, അതായത് ഈ ബെയിലറിൻ്റെ സൈക്കിള് ബിക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയാണ് ബിക്ക് കൊടുത്തത്. പക്ഷെ ബി അതായത് ബെയിലി അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്തത്, അതിൽ ബിയുടെ കുറേ സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് കൊണ്ടുപോകാനാണ് യൂസ് ചെയ്തതെങ്കിൽ അപ്പോൾ അതെന്തായി, അത് ഇൻകൺസിസ്റ്റൻറ്റ് വേ ആയി. അവർ ഉപയോഗിക്കാൻ എന്തിനാണോ കൊടുത്തത് അതിനല്ല അത് ഉപയോഗിച്ചത്. അപ്പോൾ അതെന്തായി, അൺഓതറൈസ്ഡ് വേ ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഗുഡ്സ് യൂസ് ചെയ്താൽ ബെയിൽമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും. ഫോർത്ത് പോയിന്റ് പറയുന്നത് നോക്കേ, ഡിസ്ട്രക്ഷൻ ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഗുഡ്സ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഗുഡ്സിനെയാണ് ഇവിടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് മാറ്റർ, അതായത് ഈ ഗുഡ്സ് നശിച്ചു പോയാൽ, ഡിസ്ട്രോയ് ആയി പോയാൽ അവിടെ ബെയിൽമെൻറ്റ് ഇല്ല, ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ആവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞ ആൾ ബിക്ക് എയുടെ കുതിരേനെയാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഈ കുതിര ചത്തുപോയാൽ എന്താവും, ആ ബെയിൽമെൻറ്റ് അവിടെ ടെർമിനേറ്റ് ആവും. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് ഗ്രാറ്റിഷ്യസ് ബെയിൽമെൻ്റ് ആണ്. ഇത് നമ്മൾ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചതാണ്. ആ ക്ലാസ് കാണാത്തവരെ പോയി കാണാം. ഗ്രാറ്റിഷ്യസ് ബെയിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും കൺസിഡറേഷൻ പാസ് ചെയ്യാത്ത ബെയിൽമെൻ്റ് ആണ്. അതായത് ബെയിലറും ബെയിലിയും തമ്മിൽ ഒരു രീതിയിലും കൺസിഡറേഷൻ ഇല്ല. അതായത് നമ്മളുടെ ഫ്രണ്ട്സിന് നമ്മളുടെ കാറോ നമ്മളുടെ ബൈക്കോ ഒക്കെ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യുക, നമ്മൾ ചാർജസ് ഒന്നും വാങ്ങിക്കില്ല അല്ലേ, നമ്മൾ റെൻറ്റോ ചാർജസ് ഒന്നും വാങ്ങിക്കില്ല. അതേപോലെ കൺസിഡറേഷൻ ഒന്നും വാങ്ങിക്കാതെ നമ്മൾ കൊടുക്കുന്ന ബെയിൽമെൻ്റ് ആണ് ഗ്രാറ്റിഷ്യസ് ബെയിൽമെൻറ്റ്. അങ്ങനെയുള്ള ബെയിൽമെൻറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം. കാരണം ഒരു കൺസിഡറേഷനും നമ്മൾ പാസ് ചെയ്യുന്നില്ല. ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റാണ് ഡെത്ത് ഓഫ് ദ ബെയിലർ ഓർ ബെയിലി. അതായത് ഈ ഗ്രാറ്റിഷ്യസ് ബെയിൽമെൻറ്റിൽ തന്നെയുള്ള കാര്യമാണ്. ഗ്രാറ്റിഷ്യസ് ബെയിൽമെൻറ്റിലെ ഏതെങ്കിലും ഒരാൾ, ബെയിലറോ അല്ലെങ്കിൽ ബെയിലിയോ മരിച്ചു പോയാൽ ആ ഗ്രാറ്റിഷ്യസ് ബെയിൽമെൻറ്റ് എന്താവും, നമ്മൾ ടെർമിനേറ്റ് ആവും. ഓക്കെ, അത് ഇതുപോലെ കൺസിഡറേഷൻ പാസ്സാവാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 6 പോയിൻറ്റ്സും പഠിക്കുക, ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് പഠിക്കുക. ഓക്കെ, ഇത് ബി പാർട്ടിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.